ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്, ഡാൻസറാണ്. അതിലുപരി നമുക്ക് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരാളാണ്. അനിറ്റയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ, എന്ത് പറ്റിയതാണ് കഴിക്കുന്നുള്ളത്, ആക്സിഡന്റ് ആണോ, ബൈ ബർത്ത് ആണോ? ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ ഈ ഒരു കണ്ടീഷൻ? അങ്ങനെ ജനിച്ചപ്പോൾ ഇങ്ങനെ ഇരുന്നു. പക്ഷെ എപ്പോഴെങ്കിലും ലൈഫിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ ഫേസ് ചെയ്യാം? നമ്മളിപ്പോ ബസ്സിൽ പോകുമ്പോഴായാലും, ഞാൻ കോളേജിൽ ബസ്സിലാണ് പോയിട്ടിരുന്നത്. അപ്പൊ എനിക്ക് ബസ്സിൽ കയറാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ എന്റെ വീട്ടുകാർ ബസ്സിൽ വിടണത്, ഞാൻ ബസ്സിൽ പോണതും. പക്ഷെ ബസ്സിൽ ചില ആന്റിമാരി അമ്മാമ്മമാരൊക്കെ ഉണ്ടാവും, മോളിരുന്നോ മോള്, ഞാൻ വേണ്ട ചേച്ചി, മോളിരുന്നോ, അയ്യോ കുഴപ്പമില്ല, ഞാൻ വേണ്ട, 2-3 വട്ടം വേണ്ട പറയും. എനിക്ക് ചേച്ചി വേണ്ട. പിന്നെ എല്ലാരും മുന്നിൽ വെച്ച് അങ്ങനെ പറയുമ്പോ എനിക്ക് ഞാൻ എല്ലാരും പോലെ തന്നെയാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോ അങ്ങനെ വേറൊരു ഇതിൽ കാണുമ്പോ എല്ലാരും മുന്നിൽ അങ്ങനെ പറയുമ്പോ ഒരു സോഷ്യൽ മീഡിയാസിൽ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഇപ്പോൾ ഫേക്കാണ് പറഞ്ഞ് കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഫേക്ക് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് കൈ ഫേക്ക് ആയിട്ട് വെച്ചേക്കാണോ? അത് ഈ ബാക്ക് ക്യാം ഇടുമ്പോ ഇങ്ങനെ മാറൂല്ലോ, ബാക്കും ഫ്രണ്ടും. അപ്പൊ ഞാൻ ആരെങ്കിലും എടുത്ത് തരാനുണ്ടെങ്കിലാണ് ബാക്ക് ക്യാം യൂസ് ചെയ്യാൻ, അല്ലാത്തപ്പോ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്യാം. അപ്പൊ ഫേക്കാണ്. ഞാനൊരു അക്കൗണ്ടിൽ ഒരു റീല് വരെ വന്നിരുന്നു, എന്റെ വീഡിയോസ് മാറി മറിയണത് ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹായ് ഹലോ, എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് മൈ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്, ഡാൻസറാണ്. അതിലുപരി നമുക്ക് ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരാളാണ് അനീറ്റ. ഹലോ. ഹായ്. ഞാൻ ഇൻട്രോയിൽ ആദ്യം ഒരു വീഡിയോ കാണിക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എന്താണ് ബേസിക്കലി ഡാൻസറാണോ? അല്ല, അങ്ങനെ റീൽസ് കാണുമ്പോൾ ഇഷ്ടമുള്ളത് ചെയ്യും മാത്രം. ഈ ഡാൻസിന് പുറകിൽ കുറേ അവാർഡ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ കമൻസ് വന്നതും അവാർഡ്, കുറേ ട്രോഫീസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അത് 10th +2 ഒക്കെയാണ്. 10th ഫുൾ A+ന്റെയും +2 ഒക്കെയാണത്. പഠിപ്പിയാണ് ഇപ്പോൾ കുറച്ച്. എത്ര നാളായി ഇപ്പം കറന്റ് എന്താ ചെയ്യുന്നത്? ഇപ്പം ഞാൻ വർക്ക് ചെയ്യാം. എന്താ? ഞാനിവിടെ സദർലാൻഡിൽ ഇപ്പം കയറിയിട്ടുള്ളൂ, ട്രെയിനിങ് ആണ്. ഓക്കെ. അപ്പോൾ എത്ര നാളായി ഇൻസ്റ്റാഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഒരു 1 year അടുത്തായിട്ടുണ്ടാവും. പണ്ട് യൂസ് ചെയ്തിരുന്നു, പിന്നെ ഞാനത് നിർത്തി. പിന്നെ കുറച്ചാളൊരു ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു, പിന്നെ ഇപ്പം ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ. ഈ കൂടുതലും ഡാൻസ് വീഡിയോസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ കറൻ്റ് ഇങ്ങനെ ആക്റ്റീവായി വന്നിട്ട് എത്ര നാളായി? ഇപ്പോൾ ഒരു 1 year അടുത്ത്. അപ്പോൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ഇങ്ങനെ റീൽസ് ഇടുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ഒരു റീച്ചിലേക്ക് വരുന്നോ? ഇത്ര പെട്ടെന്നാവെന്ന് വിചാരിച്ചിട്ടില്ല. ആദ്യമായിട്ട് വൈറലായത് ഏതായിരുന്നു? ആദ്യം മോണിക്ക കളിച്ചിരുന്നു, ആ ട്രെൻഡിങ് ആയിരുന്ന ടൈമിൽ, അപ്പോഴാണ് തുടങ്ങിയത്. അത് കുറച്ച് റീച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഒരു ഇൻട്രസ്റ്റ് ആയി, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു. അപ്പോൾ ആരപ്പം ഏറ്റവും കൂടുതൽ ഇങ്ങനെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്? എല്ലാവരും സപ്പോർട്ടീവ് ആണ്, ഫാമിലിയിലും. ഓക്കെ. എങ്ങനെയാ അപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്യുന്നത്? ഇപ്പോൾ ഈ പാട്ട് ചെയ്യാം ഡാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും, ശരിയായ പോസ്റ്റ് ചെയ്യും അത്ര. ഇപ്പോൾ ഒരു പാട്ട് ട്രെൻഡിങ് ആയി കഴിഞ്ഞിട്ട് അനീറ്റ് ഇപ്പോൾ അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയൊക്കെയാ അതിൻ്റെ ഒരു പ്രോസസ്സൊക്കെ, എന്തൊക്കെ ചെയ്യും, എത്ര ദിവസം പ്രാക്ടീസ് ചെയ്യും? അങ്ങനെ പ്രാക്ടീസ് ഒന്നും ചെയ്യാറില്ല, ജസ്റ്റ് നോക്കും. അപ്പം പറ്റുന്നുണ്ടെങ്കിൽ അപ്പം എന്നെ കളിച്ചങ്ങനെ, ഭയങ്കര പ്രാക്ടീസ് ഒന്നും ചെയ്ത് കളിക്കാറില്ല. ആരാ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്? അങ്ങനെയൊന്നുമില്ല. അല്ല, ഇങ്ങനെ ഏതെങ്കിലും ആൾക്കാർ, ഇപ്പോൾ ഏതെങ്കിലും ഡാൻസേഴ്സോ? ഡാൻസേഴ്സ് അങ്ങനെ ഇൻസ്പയർ ചെയ്തത് എല്ലാവരും ഡാൻസ് കാണുമ്പോൾ ഇഷ്ടം. ഇപ്പോൾ അനീറ്റയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ,
എന്ത് പറ്റിയതാണ് കൈക്കെന്നുള്ളത്? ആക്സിഡന്റ് ആണോ, ബൈ ബർത്ത് ആണോ? ഞാൻ ജനിച്ചപ്പോൾ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ എന്താ ഈ ഒരു കണ്ടീഷൻ? അല്ല, അങ്ങനെ ജനിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു. അപ്പം അതിനെപ്പറ്റി അങ്ങനെ നോർമലി ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെയാണ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ എന്താ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞിട്ടൊന്നല്ല, ജനിച്ചപ്പോഴാണ് എല്ലാവരും അറിയണത് ഇങ്ങനെ തന്നെയാണെന്ന്. പിന്നീട് എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഇങ്ങനെ ഫേസ് ചെയ്യേണ്ടതാണോ? ചിലതൊക്കെ ഇങ്ങനെ നമുക്ക് ഇതുണ്ടാവും എന്നല്ലാതെ അങ്ങനെ ഭയങ്കര പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ചാലഞ്ചസ് അങ്ങനെയൊക്കെ? ഇപ്പോൾ ചാലഞ്ചസ് പറയുമ്പോൾ ഡാൻസിലായാലും അങ്ങനെ എന്താ, പണ്ട് ഡാൻസ് പഠിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പം ആ ടൈമിൽ ക്ലാസിക്കലായിരുന്നു. അപ്പം അമ്മ ചെറുതിലായിരുന്നു. അപ്പം അമ്മ അങ്ങനെ ഡാൻസ് പഠിക്കാൻ ചേർത്താൻ അമ്മയ്ക്കും വീട്ടിലാർക്കും കുഴപ്പമുണ്ടായില്ല. പക്ഷെ ആ ടൈമിൽ എന്താ മിസ്സുമാർ കിട്ടാൻ കുറച്ച് ടാസ്ക് ആയിരുന്നു. കാരണം എല്ലാവരും അങ്ങനെ പഠിപ്പിക്കില്ലല്ലോ. എന്താ ഭരതനാട്യമായിരുന്നു. അപ്പം അങ്ങനെ ക്ലാസിക്കലായതുകൊണ്ട് എല്ലാവർക്കും അങ്ങനെ കുറച്ച് എന്താ പറയുക പഠിപ്പിക്കാൻ അത്ര ഇതുണ്ടായില്ല. പിന്നെ അങ്ങനെ ലാസ്റ്റ് ഒരു മിസ്സിനെ കിട്ടി, ആൾ പഠിപ്പിക്കാൻ പറഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ചാൾ പഠിച്ചു. പിന്നെ ആ മിസ്സ് പോയപ്പോൾ പിന്നെ അതങ്ങോട്ട് നിർത്തി. പിന്നെ അങ്ങനെ മിസ്സിനെ കിട്ടുമോ എന്നുള്ളൊരു ഇതുണ്ടായില്ല, അതുകൊണ്ട് പിന്നെ അതങ്ങോട്ട് നിർത്തി. അതപ്പോൾ എത്ര വയസ്സിലായിരുന്നു? അത് ഞാനൊരു ചെറുതിലാണ്, 3-4 ആ ഒരു ഏജിലൊക്കെ. പിന്നീട് ട്രൈ ചെയ്തില്ല അപ്പോൾ പഠിക്കാൻ? പിന്നെ ട്രൈ ചെയ്തില്ല. ഈ ഡാൻസ് വീഡിയോസ് ഇടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ കമൻസ് വരുന്നത് ആളുകളുടെ? ലൈക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ഒക്കെ തോന്നുന്ന കൈൻഡ് ഓഫ് കമൻസ്, മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? നല്ല കൂടുതൽ ഈ മൂഡ് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ സന്തോഷം. ജോബ് ഇപ്പൊ റീസെന്റ് കയറിയിട്ടുള്ളൂ? ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ. 2 ദിവസമായിട്ടുള്ളൂ. അപ്പൊ എത്ര വയസ്സുണ്ട് ഇപ്പോൾ? എനിക്കിപ്പോൾ 20. ഓക്കെ. അപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് കയറി. ഓക്കെ. എന്താ അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടോ? പ്ലാൻസ് ഇപ്പൊ കറന്റ് പ്ലാൻസ് ഒന്നും, ഇപ്പൊ ഈ ജോലിക്ക് കയറി അത് കിട്ടിയപ്പോ അങ്ങനെ വെറുതെ കയറി, അത്രേ ഉള്ളൂ. ഇനിയിപ്പോ കഴിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ആദ്യം ഇൻസ്റ്റഗ്രാം എടുത്തിട്ട് പിന്നെ ആക്റ്റീവ് ആവാണ്ട് വീണ്ടും ആക്റ്റീവ് ആയിന്നല്ലേ പറഞ്ഞു. അപ്പോൾ അത് നന്നായിന്ന് എപ്പോഴെങ്കിലും തോന്നുന്നു? ഇപ്പം ഫോളോവേഴ്സ് വന്ന ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി, ഇൻകം അങ്ങനെയൊക്കെ ഇൻകം ഉണ്ട്. പിന്നെ കുറെ ആൾക്കാർ നമുക്കിങ്ങനെ നല്ല രീതിയിൽ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ അവരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്ന കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. ഒരു സന്തോഷം. ഏതെങ്കിലും മൊമെന്റിൽ തോന്നിയിട്ടുണ്ടായിരുന്നോ വേണ്ട ഇൻസ്റ്റാഗ്രാം വേണ്ടാന്ന് തോന്നിയിട്ടില്ല? കമന്റ്സ് എല്ലാം നല്ലത് മാത്രമാവൂലല്ലോ, ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മോശമായിട്ട് വരാറൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ നെഗറ്റീവ് കമന്റ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതൊക്കെ എന്തേലൊക്കെ നമ്മളിങ്ങനെ ഇടുമ്പോ എന്തേലും കൈന്റെ കാര്യം തന്നെ ആയിരിക്കും പറയുണ്ടാവുക, മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ചിലതൊക്കെ നമുക്ക് കാണുമ്പോൾ റിപ്ലൈ കൊടുക്കാൻ തോന്നിയാ കൊടുക്കുന്നല്ലാതെ അതങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ബാക്കിയൊക്കെ നല്ല കമന്റ്സ് ആണ്, അപ്പൊ അതുകൊണ്ട് സന്തോഷമാണ്. ഈ കൈന്റെ കാര്യം തന്നെ, ഇത് നമുക്ക് എന്തെങ്കിലും ചികിത്സ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ഇല്ല, വേണമെങ്കിൽ നമുക്ക് വെക്കാം, ആർട്ടിഫിഷ്യലായിട്ട് കൈ വെക്കാം. പക്ഷെ എനിക്കത് ചെറുതിലേ തൊട്ട് താല്പര്യമില്ല. ഇല്ല, നമ്മളിത് യൂസ്ഡ് ആയല്ലോ, പിന്നെ വെറുതെ ഇപ്പൊ വേറൊരു സാധനം വെച്ച് അതെന്തായാലും വേറൊരു സാധനമായിട്ട് തന്നെ നിൽക്കും, അതിന്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ തോന്നിയിട്ടില്ല വേണ്ട. ചോദിക്കാണ്, ഇപ്പൊ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ? ഞാനിപ്പോ ഇങ്ങനെ ജനിച്ചോണ്ട് ഞാൻ ഇതിൽ യൂസ്ഡ് ആയി. നിങ്ങളിപ്പോ 2 കൈ ഉള്ളതുകൊണ്ട് നിങ്ങൾ അങ്ങനെ യൂസ്ഡ് ആയി, അല്ലാണ്ട് വേറെ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ഭയങ്കര ഓർത്തിരിക്കുന്ന എന്തെങ്കിലും മെസ്സേജ് ഉണ്ടോ? അങ്ങനെ ഓർത്തിരിക്കുക ഇതൊക്കെ ലൈക്ക് നമ്മളിങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം തോന്നുന്നേ, ഇങ്ങനെ അയക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ ഇതൊക്കെ തന്നെ കാണുമ്പോൾ സന്തോഷം, ഇങ്ങനെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഭയങ്കര ഓർത്തിരിക്കേ. ഈ പ്രപ്പോസൽസ് വരാറുണ്ടോ? എന്താ പറഞ്ഞു വരുന്നേ? ഞാൻ കല്യാണം കഴിച്ചോട്ടെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഓരോന്നൊക്കെ. ഞാൻ മൈൻഡ് ചെയ്യാറില്ല എന്ന് മാത്രം. റിപ്ലൈ കൊടുക്കാറില്ല? ഇല്ല. എന്താ? താല്പര്യമില്ല? നോട്ട് റെഡി ടു മിങ്കിൾ? താല്പര്യമില്ല. സിംഗിൾ ആണോ? അത് ഞാൻ കുറെ കമന്റ്സ് കണ്ടു. എന്ത് സിംഗിൾ ആണോ? അതങ്ങനെ പറയണില്ല ഇപ്പൊ. അപ്പൊ മിങ്കിളാണ്, പേഴ്സണലാണ്. പിന്നെ ഇപ്പൊ ആരെങ്കിലും വന്ന് കളിയാക്കുന്നു, ഇപ്പൊ സ്കൂളിലാണെങ്കിൽ എന്തെങ്കിലും ബുള്ളീസോ അങ്ങനെ കളിയാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാരണം ഫ്രണ്ട്സ് ആയാലും ഭയങ്കര അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇങ്ങനെ മൈൻഡ് ആക്കണ ആൾക്കാരല്ല. പക്ഷെ നമ്മൾ പുറത്തു പോകുമ്പോ ഈ ആൾക്കാർ ഇങ്ങനെ നോക്കണം, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ ഇങ്ങനെ നോക്കൂ നമ്മളെ. ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കാര്യം പറയും. ചിലരിങ്ങനെ നോക്കും. പിന്നെ ഈ കുഞ്ഞി പിള്ളേരൊക്കെ ഉണ്ടാവും, അവർക്ക് അറിയില്ല, പക്ഷെ അവരിങ്ങനെ നോക്കും. ചിലപ്പോ എനിക്ക് ദേഷ്യം വരും, അപ്പൊ ഞാൻ ഇങ്ങനെ തിരിച്ചിങ്ങനെ നോക്കും. അല്ലാത്തപ്പോ പിന്നെ ഞാനിങ്ങനെ ചിരിച്ചു വിടും. ചില പിള്ളേര് നോക്കിയിട്ട് പിന്നെ ചിരിച്ചങ്ങനെ പോകും. ചിലരിങ്ങനെ നോക്കി അപ്പുറത്താളെ തോണ്ടി അപ്പൊ എനിക്ക് ദേഷ്യം വരും, അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും. എപ്പോഴെങ്കിലും പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് ചോദിച്ചിട്ടുണ്ടോ ആൾക്കാര്?
അത് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കും. അപ്പം ഞാൻ പറയാം അത് ജനിച്ചപ്പോഴേ എങ്ങനെയാണ് പറയും. അല്ലാതെ എല്ലാവരും ചോദിക്കും. കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ. കൂടുതൽ ഇത് ആക്സിഡന്റ് ആയതാണ്. കമന്റ്സിൽ കൂടുതൽ അങ്ങനെ ആക്സിഡന്റ് ആണോ അതോ ജനിച്ചപ്പോൾ ഇങ്ങനെയാണോ അങ്ങനെയൊക്കെ. ഇതുപോലെ തന്നെയുള്ള വേറെ ഏതോ ഒരു ആളും വന്ന് കമന്റ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരുടെ പ്രൊഫൈൽ എന്തോ ബോംബ് സർവൈവറോ അപ്പോ അതുപോലുള്ള നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ടീം ഒക്കെ ഉണ്ടോ? ഇല്ല, അത് ആളിങ്ങനെ ഫോളോ ചെയ്തു. അപ്പൊ ഞാൻ കണ്ടപ്പോ തിരിച്ച് അങ്ങനെ വേറെ അങ്ങനത്തെ ഇതൊന്നുമില്ല, ഗ്രൂപ്പൊന്നുമില്ല. ഇല്ല. ഈ ഡാൻസ് എങ്ങനെയാ? ഡാൻസിന്റെ ഷൂട്ടിംഗ് പരിപാടീസ് ഒക്കെ അങ്ങനെ വലിയ പരിപാടി അത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാലോ. വലിയ പരിപാടിയായിട്ടൊന്നുമില്ല. ഞാൻ തന്നെ ഫോൺ എവിടെയെങ്കിലും വെക്കും, ഞാൻ തന്നെ എടുക്കും. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് കണ്ട് അപ്പൊ തന്നെ അത് ചെയ്യാന്ന് വിചാരിക്കുന്നു, പഠിക്കുന്നു, ചെയ്യുന്നു, അങ്ങനെയാണ്. എത്ര റീടേക്ക് ഒക്കെ പോവാറുണ്ടോ? അത് കുറെ പോവും, ഒരു 6-7 ടേക്കൊക്കെ പോവും. പിന്നെ എനിക്ക് മതിയായി ഞാൻ നിർത്തും, പിന്നെ പിറ്റേ ദിവസം നോക്കായിക്കും. അങ്ങനെ കുറെ ടേക്ക് പോയിട്ട് ലാസ്റ്റ് മടുത്തിട്ട് നിർത്തിപ്പോയ എന്തെങ്കിലും ഡാൻസ് റീൽസ് ഉണ്ടോ? ലാസ്റ്റ് ഏതായിരുന്നു? ലാസ്റ്റ് ഞാൻ ഏതോ ഞാൻ ട്രൈ ചെയ്ത് ശരിയായില്ല. അപ്പൊ പിന്നെ ഞാനത് വിട്ടു, പിന്നെ എടുത്തിട്ടില്ലത്. ഇല്ല. ഈ ഇൻസ്റ്റഗ്രാം ജേർണിയിലെ എങ്ങനെയാ മണി, അതായത് നമ്മൾ ഫിനാൻഷ്യലി ഒന്ന് സെറ്റ് ആക്കിയ എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടോ? കൊളാബ് കിട്ടുമ്പോൾ പൈസ അങ്ങനെ കിട്ടുമ്പോൾ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്താം. പിന്നെ അത്യാവശ്യം ചെറുതൊക്കെ എന്താ ആർക്കെങ്കിലും ഇപ്പം എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാനോ അങ്ങനെയൊക്കെ പറ്റും. എന്തെങ്കിലും ഡ്രീം കൊളാബ് ഉണ്ടോ? ഈ ഒരു ബ്രാൻഡോ അല്ലെങ്കിൽ ഈ ഒരു ആളായിട്ട് എനിക്ക് കൊളാബ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ഡ്രീം കൊളാബ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഒരു ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്ക് പോവാം. ഇപ്പം അനീറ്റയുടെ ഒരു ഡാൻസിങ് സ്റ്റൈലിനെ ഒരു 1 വേർഡ് ഇട്ട് വിളിക്കുകയാണെങ്കിൽ എന്ത് വിളിക്കും? അയ്യോ, സ്റ്റൈലിനെയോ? അങ്ങനെ ഡാൻസിനെ പറ്റി വലിയ ഇതൊന്നുമില്ല. ഞാൻ ഓൺ ദി സ്പോട്ട് കളിക്കണതാണ്, അപ്പം അങ്ങനെ തന്നെ പറയാം. അങ്ങനെ തന്നെ. ഓക്കെ, ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സ്വയം ഇഷ്ടപ്പെടുന്ന ഒരു ഡാൻസ് റീൽ ഏത് സോങ്ങിൻ്റെ ആയിരുന്നു? ഇപ്പോൾ കാണിച്ചത് ഇഷ്ടം. അതിനും കുറേ നല്ല കമന്റ്സ് വന്നിട്ടുണ്ട്. എത്ര മില്യൺ റീച്ച് പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, റിയൽ ലൈഫ് ആണോ റിയൽ ലൈഫ് ആണോ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? റിയൽ ലൈഫ്. എന്തൊക്കെയാ റീലും റിയലും തമ്മിലുള്ള ഡിഫറൻസ്? റീലിൽ ഇപ്പം ഞാൻ കൂടുതൽ ഈ ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങളല്ലേ. റിയൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെ. റിയൽ ലൈഫിൽ അനീറ്റപ്പം എങ്ങനെയാ? എങ്ങനെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ? ഡേ ഇൻ മൈ ലൈഫ് ഇതുവരെ വീട്ടിലായിരുന്നപ്പോൾ രാവിലെ എണീക്കും, ഫുഡ് കഴിക്കും, കിടക്കും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോൾ ഏതെങ്കിലും റീല് കാണുകയാണെങ്കിൽ ഒരു ഉച്ച ടൈം ആകുമ്പോഴാണ് എടുക്കുക, വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഒന്ന് ഒരുങ്ങി കെട്ടി അതെടുക്കും. അത് കഴിയുമ്പോൾ പിന്നെയും കിടക്കും. അതന്നെ. തിന്നോ ഉറങ്ങാ കിടക്കാം അതൊക്കെ തന്നെ. ഇപ്പൊ പിന്നെ മാറി. ഇപ്പൊ എങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് മാറിയതിന് ശേഷം? ഇപ്പൊ രാവിലെ ഫുൾ ഉറങ്ങും, നൈറ്റ് ഷിഫ്റ്റ് ആണ്. ഇപ്പൊ രാത്രി പണിക്ക് പോകും. ഓ, നൈറ്റ് ഷിഫ്റ്റ് ആണോ? നൈറ്റ് ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അല്ലേ? ഇപ്പൊ ട്രെയിനിങ് ആണ്, അപ്പൊ അതുകൊണ്ട് ഫുള്ള് നൈറ്റ് ആവുന്ന പറഞ്ഞത്. അപ്പൊ രാവിലെ ഫുൾ ഉറങ്ങും. അപ്പൊ ഇനി ഇതിന്റെ ഇടയിൽ എങ്ങനെ റീൽസ് എടുക്കാനാ പ്ലാനിങ്? അതാണ് ഒരു പ്രശ്നം. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് റീൽസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം ടൈമില്ല. ഉറങ്ങി ആ ഷെഡ്യൂളൊക്കെ ഒന്ന് റെഡി ആയി വരുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വൈകിട്ട് ഒരു രാത്രി രാവിലെ ഉറങ്ങി വൈകിട്ട് നീച്ച് അങ്ങനെയും ചെയ്ത് നോക്കണം. ഓക്കെ ഓക്കെ, ഇൻസ്പിറേഷൻ ഇല്ലെന്നല്ലേ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഏത് ടൈപ്പ് ഓഫ് ഡാൻസ് റീൽസ് കൂടുതൽ ഇഷ്ടം? ഇപ്പം ക്ലാസിക്കൽ, സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുന്ന ഡാൻസ് ഇഷ്ടം. എത്രയും പെട്ടെന്ന് ഈസി ആയിട്ട് കളിക്കാൻ പറ്റുന്ന ആ ഒരു. അങ്ങനെ ക്ലാസിക്കൽ അങ്ങനെ വലിയ കുറച്ചാൾ പഠിച്ചിട്ടുണ്ട്, എന്നല്ലാതെ ഭയങ്കര വലിയ വശമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏതാണ് കളിക്കാൻ പറ്റണ അത്. പക്ഷെ കുറെ പേര് വിചാരിച്ചിരിക്കുന്നത് കുറെ നാളായിട്ട് ഡാൻസ് പഠിച്ച് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നാ. സ്കൂളിലൊക്കെ കളിക്കുമായിരുന്നു, ആനുവൽ ഡേക്കും അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ കളിക്കും. അങ്ങനെ അല്ലാണ്ട് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഏറ്റവും വലിയ സപ്പോർട്ടർ ആരാ? അയ്യോ, പാരൻസ് സപ്പോർട്ടിങ് ആണ്, പിന്നെ ഫ്രണ്ട്സ് സപ്പോർട്ടിങ് ആണ്. ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പം ഇവിടെ വരുന്നതിന് മുന്നേ വരെ എന്നെ വിളിച്ചിരുന്നു. ഒരു റീൽ ഇടുമ്പോഴായാലും ഞാൻ നമ്മളൊന്നും അല്ല, എന്നാലും അവരുടെ ഒരു ഇതിൽ ഭയങ്കര വലിയ ഇതായിട്ട് അങ്ങനെ സപ്പോർട്ട്. സിബ്ലിങ്സ് ഉണ്ടോ? ഉണ്ട്, 2 ആളുണ്ട്. അവരൊക്കെയോ? ഒരാൾ ഭയങ്കര ചെറുതാ, ഒരാള് ഇപ്പോൾ കുറച്ച് വലുതായി. അവരും അങ്ങനെ വലിയ മൈൻഡ് ആക്കാറില്ല. ചെറുതായതുണ്ടോ? ചെറുത് വലുതും മൈൻഡ് ആക്കാറില്ല. അതെന്താ മൈൻഡ് ആക്കാതെ? അങ്ങനെ എന്താ, അവരങ്ങനെ എന്തേലും കാണിച്ചോട്ടെ, ആ ഒരു മൈൻഡ്. ഓക്കെ, ശരി. ഈ ഡാൻസ് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം, നമുക്ക് ഡാൻസ് അല്ല, നമ്മുടെ ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ലൈഫ് ഉണ്ടല്ലോ, അത് പഠിപ്പിച്ച ഏറ്റവും വലിയൊരു കാര്യം എന്താ?
എന്തെങ്കിലും റിയലൈസേഷൻ ഒക്കെ വന്നിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം? അതങ്ങനെയല്ല, ഇങ്ങനെ ആയിരുന്നു അങ്ങനെയൊക്കെ. അങ്ങനെ ചോദിച്ചാൽ ചില കൊളാബൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലോ ഇവർ എല്ലാവരും ചെയ്യണത്. ഇപ്പോൾ ചിലതൊക്കെ എന്താ അവരിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ സ്ക്രിപ്റ്റ് വരും. അപ്പം നമുക്ക് മനസ്സിലാവും അവർ ചെയ്യണതൊന്നും ഒറിജിനൽ അല്ലായിരുന്നു എന്ന് മനസ്സിലാവും. ലൈഫിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം? പ്രൈവസി ഒക്കെ പോയി തുടങ്ങിയോ? ഇല്ല, എനിക്കിപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നെ അങ്ങനെ എല്ലാവരും അറിയണമെന്നില്ല. സ്റ്റേജ് പെർഫോമൻസ് ഓർ ഇൻസ്റ്റഗ്രാം റീൽസ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് രണ്ടും ഇഷ്ടമാണ്. ഡാൻസ് കളിക്കാൻ സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, എന്നാലും കളിക്കാറൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ഡ്രീം സ്റ്റേജ് ഉണ്ടോ, എനിക്ക് ഈ ഒരു ഷോക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ചെയ്യണം ഒക്കെ? ഞാൻ അങ്ങനെ വലിയ രീതിയിൽ ആലോചിച്ചിട്ടില്ല. ഇല്ല, എന്താ ആലോചിക്കുക? എന്ത് ഗോൾ എന്താ? ഗോൾ അങ്ങനെ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കുന്നത് ഒരു 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്യും, അതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ഞാൻ അച്ചീവ് ചെയ്യും എന്നൊക്കെ. അങ്ങനെയൊക്കെ ചോദിച്ചാ വലിയൊരു സംഭവം ആവണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്തെങ്ങനെ എന്ത് എന്നൊക്കെ ഉള്ളൊരു ക്ലാരിറ്റി ഇല്ല. ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട സമയം ഏതാ ഡാൻസ് റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി? ഉച്ച. സൺലൈറ്റിന്റെ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ വിളിച്ചിട്ടുണ്ടാവും. കാരണം വീടിന്റെ അകത്ത് എടുക്കണോണ്ട് പുറത്തങ്ങനെ എടുത്ത് തരാൻ വീട്ടിലങ്ങനെ ആരും ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മള് ജനലയുടെ അവിടെ വെക്കുമ്പോ നമുക്ക് വെയിൽ കിട്ടുന്ന ടൈം ഏതാണോ ആ ടൈം. ഓക്കെ. ഇതിന് എന്താണ് ആൻസർ പറയണത്? ടഫസ്റ്റ് ഡേയ്സിൽ മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനം പറഞ്ഞു പറ്റുമോ? നമുക്ക് എല്ലാ ദിവസവും മൂഡ് ഒരേപോലെ ഇരിക്കണം അതില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടുള്ള ഒരു ഡേ, പക്ഷെ അന്ന് റീൽ എന്തായാലും എടുത്തേ പറ്റുള്ളൂ. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസം ഫുൾ ബിസിയാവും. ഇപ്പൊ റീൽസ് എടുക്കാനുള്ള സമയം കിട്ടില്ല. നമുക്ക് കണ്ടിന്യൂസ് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൺസിസ്റ്റൻസി സീൻ ഉണ്ടല്ലോ. കൺസിസ്റ്റൻസി ഇല്ല എനിക്ക്. അല്ല, നമ്മൾ നോർമലി എപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണമെന്നാണല്ലോ. അപ്പൊ ആ ഒരു മൂഡ് ഓഫ്, അതായത് ഡാൻസ് എടുക്കാൻ വയ്യ, ഒന്നിനും വയ്യ, പക്ഷെ ആ ഒരു ദിവസം എങ്ങനെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാം? ഞാനിങ്ങനെ ഫോളോവേഴ്സ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കും. അപ്പൊ ചിലപ്പോ കുറയണ കാണുമ്പോ എടുത്തില്ലെങ്കിൽ ഇനി ഇനിയും കുറഞ്ഞു പോയാലോ എന്നുള്ളൊരു ഇത് കാണുമ്പോ അപ്പൊ അങ്ങനെ എടുക്കും. ഫോളോവേഴ്സ് ആണ് ഇപ്പൊ മോട്ടിവേഷൻ? ഹൈയസ്റ്റ് ഫോളോവേഴ്സ് ആണോ അല്ലെങ്കിൽ ഏറ്റവും ഹൈയസ്റ്റ് റീച്ച് ആണോ വേണ്ടേ? നമ്മളിഷ്ടമുള്ള ആൾക്കാരായിരിക്കില്ല നമ്മൾ ഫോളോ ചെയ്യാം. റീച്ച് പറയുമ്പോ എല്ലാരും ഇങ്ങനെ കണ്ട് വെറുതെ വിടാലോ. ഫോളോവേഴ്സ് ഇപ്പം കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവും, നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ ഇത് വേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന കുറേ ഗേൾസും ബോയ്സും കുറേ ആൾക്കാരുണ്ടാവും. അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു അഡ്വൈസ് എന്താ? അതൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിപ്പോൾ ഇത് നോക്കിയിരിക്കുകയാണെങ്കിൽ അന്നിപ്പോൾ എനിക്ക് ഡാൻസിന് ചേരാൻ പറ്റൂല പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അങ്ങനെ ഇരുന്ന് പോയാനേ. അതുപോലെ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ എല്ലാത്തിലും നമ്മൾ ചെല്ലുമ്പോഴേക്കും എനിക്ക് ഒരു ആക്സെപ്റ്റൻസ് അങ്ങനെ എല്ലായിടത്തും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പൊ നമ്മളത് വിചാരിച്ചിങ്ങനെ മാറി നിന്നാൽ നമുക്ക് പോയി, അത്രേ ഉള്ളൂ. നമ്മളവിടെ ഇരിക്കലുണ്ടോ, ബാക്കിയുള്ളവർ അവരുടെ കാര്യങ്ങൾ നോക്കി പോകും, മുന്നോട്ട് പോകും. ഈ ഇപ്പൊ ഡാൻസ് ടീച്ചർ പോയി എന്ന് പറഞ്ഞല്ലോ, പിന്നീട് ട്രൈ ചെയ്തിട്ടില്ല ഇപ്പൊ ഡാൻസ്? ഇല്ല, ഇനി നോക്കാലോ, സമയമുണ്ടല്ലോ. ആഗ്രഹമുണ്ട്. ഇനിയിപ്പോ ക്ലാസിക്കൽ പഠിക്കാൻ ആഗ്രഹമില്ല, അല്ലാണ്ട് അതിന്റെ എന്തെങ്കിലും പ്ലാനിങ്സ് ഉണ്ടോ? അങ്ങനെ കുറച്ച് നാൾ ഇവിടെ നിന്ന് സെറ്റ് ആവുകയാണെങ്കിൽ പതുക്കെ ഡാൻസ് പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം ഈ കൈ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇന്ന കാര്യങ്ങൾ പറ്റില്ല, അതായത് ഈ ഒരു കാര്യം എന്തായാലും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നങ്ങനെ ഉറപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങനെ ഈ കരിയർ ചൂസ് ചെയ്യണ സമയത്ത് അങ്ങനെ കുറച്ച് ഇതുണ്ടായിരുന്നെങ്കിലും പിന്നെ അങ്ങനെ അല്ലാതെ വേറെ കാര്യത്തിലൊന്നും ഞാൻ അങ്ങനെ കണ്ടില്ല. ഇവിടെ ഉണ്ടായിരുന്നോ അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചസ്? എവിടെ ഇപ്പൊ ജോയിൻ ചെയ്ത്? ഇല്ല. അപ്പൊ ഡ്രൈവിംഗ് ഒക്കെ? ഡ്രൈവിംഗ് ഓട്ടോമാറ്റിക് ഓടിക്കാൻ ഞാൻ അത്യാവശ്യം ചെറുതായിട്ടൊക്കെ ഒന്ന് ഓടിച്ചു നോക്കും. ലൈസൻസ് ഒക്കെ എടുത്തില്ല? ലൈസൻസ് എടുത്തിട്ടില്ല. ഓക്കെ. എങ്ങനെയാ, രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളാണോ അല്ലെങ്കിൽ നൈറ്റ് ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളാണോ? രാവിലെ നൈറ്റ് കുറച്ച് ലേറ്റ് ആയിട്ട് ഉറങ്ങും, രാവിലെ ഒരു ഉച്ചയാവാറാവണ സമയം കണ്ട് നിൽക്കും. ഈ ഇപ്പൊ 20 years അല്ലേ, അപ്പൊ ഈ ഇതുവരെയുള്ള ആ ഒരു ലൈഫിലൊരു സ്വയം പ്രൗഡ് തോന്നിയ ഒരു മൊമെന്റ് ഏതാ? ഞാൻ കൊള്ളാം, ഞാൻ അടിപൊളിയാണ് അങ്ങനെ? അതിപ്പോ എന്തെങ്കിലും അച്ചീവ് ചെയ്തതോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഓവർകം ചെയ്തതോ എന്തോ? ഞാൻ കൊള്ളാം, വെരി സ്ട്രോങ് ഗേൾ എന്നൊക്കെ തോന്നുന്നു. അതിപ്പോ തോന്നുന്നുണ്ട്. നമ്മൾ ഇത്രയും കുറെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കണുണ്ടല്ലോ, അപ്പൊ കാണുമ്പോ
സ്ട്രോങ് ആണ് തോന്നുന്നത്. കാരണം കുറേ എല്ലായിടത്തും നമ്മൾ ചിലത് അത് പറ്റില്ല ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ തന്നെ ഒരു വേ കണ്ടുപിടിച്ച് ഇങ്ങനെ വരുമ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രൗഡാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. പക്ഷെ കുറെ ആളുകളും അനീറ്റയെ കണ്ടിട്ട് ഇൻസ്പയർ ആവുന്നുണ്ട്, അതിലും പ്രൗഡ് ആവാം. ഇങ്ങനെ മെസ്സേജസ് ഒക്കെ കാണുമ്പോൾ എന്താ നമുക്ക് വേറെ ആൾക്കാരെ അവരുടെ ഒരു ഡൗൺ മൊമെന്റിൽ നമുക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് അതും പ്രൗഡാണ്. എങ്ങനെ എന്തൊക്കെ ബ്യൂട്ടി സീക്രട്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളാണോ? ഇല്ല, ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ഒക്കെ ഫോളോ ചെയ്യുന്നല്ല, അത് ഭയങ്കര വലിയ ഇതൊന്നുമില്ല. ഓക്കെ. ഈ ഡാൻസ് മാത്രമാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഇപ്പൊ ആക്ടിങ്ങോ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമുണ്ടോ? വേറെ വല്ല ആക്ടിവിറ്റീസ് അഭിനയിക്കാൻ പിന്നെ എനിക്ക് അറിയില്ല. പാട്ട് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർക്ക് വലിയ താല്പര്യമില്ല. പാട്ട് പാടുമോ? ഇല്ല, ഞാൻ പാടില്ല. ഞാൻ പാടും, പക്ഷെ ശരിക്കും അത് പാടേണ്ട രീതിയിലല്ല പാടുക. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ കുഴപ്പമില്ലാണ്ട് ഫോളോവേഴ്സ് അല്ല, ഒരു വെറൈറ്റിക്ക് വേണ്ട പാട്ട് പാടില്ല. ഈ ഫോളോവേഴ്സ് എങ്ങനെ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഓരോ ട്രെൻഡിങ് റീൽസ് ഒക്കെ സോങ്സ് ഒക്കെ ട്രെൻഡ് ആവുന്ന സമയത്ത് അനീറ്റ ട്രൈ ചെയ്യും? പിന്നെ ആരാ സജസ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഒരു പാട്ട് ട്രെൻഡായി, അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പറയാം അനീറ്റ നീ ഇത് ഡാൻസ് കളിച്ച് ഇപ്പൊ തന്നെ ഇട്, അല്ലെങ്കിൽ ട്രെൻഡ് ഔട്ട് ആവും. ഞാൻ തന്നെ തീരുമാനിക്കും ട്രെൻഡ്. പിന്നെ ഫ്രണ്ട് ഇങ്ങനെ ചിലതൊക്കെ നല്ലത് കാണുമ്പോൾ ഇങ്ങനെ അയച്ചു തരും, ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ഓളിങ്ങനെ അയക്കുമ്പോൾ അത് ചെയ്യാറൊന്നുമില്ല. അത് കുറച്ചും കൂടി നല്ല നല്ല എഡിറ്റ് ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ അവളിങ്ങനെ അയച്ചു തരും. അപ്പൊ ഞാൻ ഓക്കെ ചെയ്യാന്നൊക്കെ പറയും, പക്ഷെ ചെയ്യില്ല. ചിലതൊക്കെ ചെയ്യുന്നല്ലാണ്ട് അല്ല. അങ്ങനെ ഈ മടി ഉള്ള കൂട്ടത്തിലാണ്. എന്തിനാ ഏറ്റവും കൂടുതൽ മടി? ഇത് വീഡിയോ എടുക്കാനും മടിയാ. പിന്നെ ഒരു ദിവസം എടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എടുക്കൊന്നും, പിന്നെ ഒരാഴ്ചത്തേക്ക് എടുക്കില്ല. ആ ഒരു ടൈപ്പ് അതങ്ങനെ പോട്ടേന്ന് വെച്ച് നിൽക്കും. ഓക്കെ. ഈ കംഫർട്ട് സോൺ എന്താ ഇപ്പൊ അനീറ്റയുടെ ഒരു കംഫർട്ട് സോൺ? ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുക, ഫ്രണ്ട്സൊക്കെ ആയിട്ട്. നമ്മളറിയാത്തൊരു സ്ഥലത്ത് പോകുമ്പോഴാണല്ലോ നമ്മൾ ആൾക്കാർ കൂടുതൽ എന്താ എങ്ങനെയാന്നൊക്കെ ചോദിക്കുക. അതൊന്നും ഇല്ലാണ്ട് ഇപ്പൊ നമ്മളറിയുന്ന ആൾക്കാരുടെ ഒപ്പം തന്നെ നിൽക്കുക, അതന്നെ. അതാണ് കുറച്ചും കൂടി കംഫർട്ട്. നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ചോദിക്കുന്നോട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടല്ല, നമ്മളൊരു കംഫർട്ട് പറയുമ്പോ. ശരിക്കും ഇങ്ങനെ ആൾക്കാർ ചോദിക്കുമ്പോ എന്താ ശരിക്കും ഫീൽ ചെയ്യാറ്? അങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാറില്ല. പക്ഷെ ചോദിക്കാണ്ടുള്ള ചില ഇതുകൾ കാണുമ്പോൾ മാത്രമേ ചെറിയൊരു വിഷമമൊക്കെ തോന്നും. നോക്കുന്നതാണോ? നോക്കുമ്പോ ഇങ്ങനെ നോക്കി നമ്മൾ അപ്പുറത്തെ ആളെ വിളിച്ച് കാണിച്ചു കൊടുത്ത് അങ്ങനെയൊക്കെ കാണുമ്പോ റിയാക്ട് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഞാൻ കുഞ്ഞു പിള്ളേരൊക്കെ ഞാൻ അങ്ങനെ നോക്കി പേടിപ്പിക്കും. ഇഷ്ടം ഞാൻ എന്തേ ചോദിക്കും, അല്ലാണ്ട് വലിയവരെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഈ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും റിപ്ലൈ കൊടുത്തിട്ടുണ്ടോ? ഞാനിങ്ങനെ ഒരു റീലിട്ട സമയത്ത് കൂടുതലും ഈ ഫ്രണ്ട് ക്യാമും ബാക്ക് ക്യാമും വെച്ചിടുമ്പോ അതിന്റെ ഡിഫറൻസ് മനസ്സിലാവാത്ത കുറെ ആൾക്കാർ അത് മൈൻഡ് ആക്കാറില്ല. പിന്നെ ഒരു റീലിട്ട സമയത്ത് ബാഗ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് എന്താ ബാഗ് ഇടാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ബാഗ്, അങ്ങനത്തെ ഒരു കമന്റ് ഇട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു കഴിയുമ്പോ എങ്ങാനും റൂഡായിപ്പോ ഞാൻ ChatGPT-നോട് ഇങ്ങനെ പറയും. ഞാൻ പറയും ഇതിനെ കുറച്ചും കൂടെ മാന്യമായ രീതിയിലാക്കിത്താ ഞാൻ പറയും. അത് റിപ്ലൈ കൊടുക്കും. എന്താ റിപ്ലൈ കൊടുത്തത്? അയ്യോ അതെന്തായിരുന്നു, ഞാൻ കുറച്ചാളായി ഞാൻ മറന്നു. ഈ ഇങ്ങനെ ക്രൂവലായിട്ടുള്ള കമന്റ്സ് ഒക്കെ വരാറുണ്ട്? അപ്പോ ചിലതൊക്കെ ഫേക്ക് പ്രൊഫൈൽസ് ആയിരിക്കും കൂടുതലും. ഓക്കെ. എന്തായാലും നമ്മൾ ഡാൻസിനെ കുറിച്ച് കുറേ സംസാരിച്ചു. അപ്പോൾ നമ്മൾ ഇൻട്രോയിൽ കണ്ട ഡാൻസ് ഇപ്പോൾ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. നമ്മൾ ചെറിയൊരു ഡാൻസ് കണ്ടിട്ട് തിരിച്ചു വരാം. ഇപ്പം അനീറ്റ ഇപ്പം അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിഞ്ഞ് തുടങ്ങി. കുറച്ച് നമ്മുടെ ആ ഒരു സ്കില്ല് വെച്ചിട്ട് നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ്. നമ്മുടെ സ്കില്ല് കൊണ്ട് ക്യാഷ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പേരൻസ് ഒക്കെ എങ്ങനെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ വി ആർ വെരി പ്രൗഡ് ഓഫ് അവർ ഡോട്ടർ എന്നൊക്കെ? അവരങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ള ആൾക്കാരല്ല, പക്ഷെ അവര് ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ വന്ന് പറയും അവര് പറയണ്ടേ നിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കും സന്തോഷമുണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് പ്രൗഡ് ഓഫ് അങ്ങനെയൊന്നും പറയാറില്ല. അവരൊക്കെ ഇങ്ങനെ ഡാൻസ് പാട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മാച്ചൻ സിബ്ലിങ്സ് ഒക്കെ? അപ്പൊ ഫാമിലിയിൽ അനീറ്റ മാത്രമാണ് ഡാൻസ്? എന്റെ ഫാമിലി ചേച്ചിമാർ അങ്ങനെയൊക്കെ കളിക്കും, കസിൻസ് ഒക്കെ. ഇവിടെ പിന്നെ ഇങ്ങനെ ഞാനാണെല്ലാം. അങ്ങനെയല്ല, ഞാൻ
ഓക്കെ. അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഒരു 5 yearsൽ അനീറ്റ എന്താകും എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? 5 yearsൽ എന്താവും ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആൾക്കാരിലേക്കൊക്കെ എത്തണം. എല്ലാവരും കുറച്ചും കൂടെ ഒക്കെ അറിയണം. അത്യാവശ്യം കുറച്ചും കൂടി വലിയൊരു ഇൻസ്റ്റഗ്രാം ഫാമിലി ഉണ്ടാവണം. അങ്ങനെയൊക്കെ. ഇപ്പം നമ്മൾ സംസാരിച്ച് വരുമ്പോഴാണെങ്കിലും ഇപ്പം നേരിട്ട് കണ്ടപ്പോഴാണെങ്കിലും അനീറ്റയ്ക്ക് അങ്ങനെ ഒരു കുഴപ്പം ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പം നോർമലി എങ്ങനെയാണോ നമ്മളെല്ലാവരും അതേപോലെ തന്നെയാണ്. പക്ഷെ എപ്പോഴെങ്കിലും ലൈഫിൽ മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഒക്കെ ഫേസ് ചെയ്യണം? നമ്മളിപ്പോൾ ബസ്സിൽ പോകുമ്പോഴായാലും, ഞാൻ കോളേജിൽ ബസ്സിലാണ് പോയിട്ടിരുന്നത്. അപ്പൊ എനിക്ക് ബസ്സിൽ കയറാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ എന്റെ വീട്ടുകാർ ബസ്സിൽ വിടണത്, ഞാൻ ബസ്സിൽ പോണതും. പക്ഷെ ബസ്സിൽ ചില ആന്റിമാരി അമ്മാമ്മമാരൊക്കെ ഉണ്ടാവും. മോളിരുന്നോ, ഞാൻ വേണ്ട ചേച്ചി, മോളിരുന്നോ, അയ്യോ കുഴപ്പമില്ല, ഞാൻ വേണ്ട, 2-3 വട്ടം വേണ്ട പറയും. എനിക്ക് ചേച്ചി വേണ്ട പറയും ഞാൻ. നമുക്ക് നിന്ന് പോവാൻ, നമ്മൾ ആദ്യമായിട്ട് ഔലിയല്ല ബസ്സിൽ പോകണം, നമുക്കറിയാം നിന്ന് പോവാൻ. ശരി ഇരുന്നു ഇവര് സ്നേഹം കൊണ്ടാവുമ്പോ നമുക്ക് കുഴപ്പമില്ല. സിമ്പതിന്റെ രീതിയിൽ വരുമ്പോ നമുക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ അനാവശ്യ സിമ്പതികളൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് പറ്റണോണ്ടാണല്ലോ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണത്. പക്ഷെ ഇവരപ്പ വെറുതെ ഓവറായിട്ട് ഇങ്ങനെ കാട്ടി, അപ്പൊ വലിയ താല്പര്യമില്ല. അത് സ്വന്തം കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാൻ പറ്റും എല്ലാം, വേറെ ആളുടെ ഹെൽപ്പ് ഒന്നും വേണ്ട. പിന്നെന്തിനാ സിമ്പതി? പക്ഷെ ഇവര് പുറത്തുനിന്ന് കാണുമ്പോ ഇവര് വിചാരം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ എനിക്ക് ബസ്സിൽ നിന്ന് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു രീതിയിൽ ഇരുന്നോ വേണ്ട. ഓക്കെ. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയാസിൽ എപ്പോഴെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? കാരണം നമുക്കറിയാം നമ്മുടെ മലയാളികളാണെങ്കിൽ പോലും എല്ലാം എല്ലാരും ഒരേപോലെ എടുക്കണമെന്നില്ല. ചിലപ്പോൾ കളിയാക്കുന്ന ആൾക്കാരുണ്ടാവും. ഫേക്കാണ് പറഞ്ഞ് കുറെ കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഫേക്ക് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് കൈ ഫേക്ക് ആയിട്ട് വെച്ചേക്കാണോ? അത് ഈ ബാക്ക് ക്യാം ഇടുമ്പോ ഇങ്ങനെ മാറൂല, ബാക്കും ഫ്രണ്ടും. അപ്പൊ ഞാൻ ആരെങ്കിലും എടുത്ത് തരാനുണ്ടെങ്കിലാണ് ബാക്ക് ക്യാം യൂസ് ചെയ്യാൻ, അല്ലാത്തപ്പോ ഫ്രണ്ട് ക്യാം യൂസ് ചെയ്യാം. അപ്പൊ ഫേക്കാണ്. ഞാനൊരു അക്കൗണ്ടിൽ ഒരു റീല് വരെ വന്നിരുന്നു, എന്റെ വീഡിയോസ് മാറി മറിയണത് ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് ഫേക്കാണ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്. അങ്ങനെ ഞാൻ കമന്റ് റിപ്ലൈ കൊടുത്തു, എന്താ ഇതിപ്പോ ഇങ്ങനെയാണ്, ക്യാമറ മാറുമ്പോ അതിനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ വേണ്ട, പിന്നെ ഇതിട്ടിങ്ങാണ്ട് ഇങ്ങൾക്ക് കുറച്ച് റീച്ച് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ പറഞ്ഞു. പിന്നെ അങ്ങനെ കുറെ കമന്റ്സിലും ഉണ്ടാവാറുണ്ട്. പിന്നെ ഫ്രണ്ട്സൊക്കെ അതിൻ്റെ കൂടെ പോയി കമന്റ് ഇട്ടു, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. മെസ്സേജസ് ഒക്കെ വരാറുണ്ടോ? മെസ്സേജിൽ അങ്ങനെ അധികം നെഗറ്റീവ് വരാറില്ല, കൂടുതൽ ഈ കമന്റ്സിലൊക്കെ തന്നെ വരാറുള്ളത്. മെസ്സേജിൽ അങ്ങനെ അധികം നെഗറ്റീവ്സ് വരാറില്ല. ആൾക്കാർക്ക് ഒരു സുഖമായി ഇങ്ങനെ എന്തേലൊക്കെ പറയണല്ലോ, അപ്പൊ പിന്നെ ഒന്നുമില്ല വേറെ പറയാൻ, വേറെ നമ്മളൊന്നും നെഗറ്റീവ് പറയാൻ ചെയ്യണില്ല, അപ്പൊ ഇത് എന്തേലും പറയണം. അങ്ങോട്ട് മാറുമ്പോ ഫേക്കാണ് അങ്ങനെ വലിയ മൈൻഡ് ആക്കാറില്ല. ആദ്യമൊക്കെ മൈൻഡ് ആക്കിയായിരുന്നു, പിന്നെ പിന്നെ അതിന്റെ താഴെ വേറെ ആരെങ്കിലും റിപ്ലൈ കൊടുക്കണ്ടാവും, പിന്നെ നമ്മൾ റിപ്ലൈ കൊടുക്കണ്ടല്ലോ, ആരെങ്കിലും ഒക്കെ കൊടുക്കണ്ടാവും. പിന്നെ അങ്ങനെ ഇപ്പം ഇങ്ങനത്തെ കൈ ഇങ്ങനെ ആയതുകൊണ്ട് എന്തെങ്കിലും ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടാണോ? ഞാൻ നേരത്തെ ചോദിച്ചില്ലേ, ആ കൂട്ടത്തിൽ ഡ്രൈവിങ് അതെങ്ങനെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമാണ്, ഞാൻ അത്യാവശ്യമൊക്കെ ഡ്രൈവ് ചെയ്യും. പക്ഷെ ഞാൻ ലൈസൻസ് ഇല്ല, ലൈസൻസ് എടുക്കാൻ പോയിരുന്നു, RTO പോയി ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്താ കാറ് വേണം, പിന്നെ ലെഫ്റ്റിലുള്ളതൊക്കെ റൈറ്റിലേക്ക് ആക്കണം, എന്നിട്ടൊക്കെ വന്നാലേ ലൈസൻസ് തരാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ പിന്നെ അന്വേഷിക്കാൻ പോയില്ല. പിന്നെ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ കുറച്ചാൾ ഡ്രൈവ് ചെയ്ത് നോക്കാം അങ്ങനെ വിചാരിച്ചു. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ ഓപ്ഷൻസും റൈറ്റില്, അപ്പോൾ നമുക്ക് സ്വന്തം വണ്ടി വേണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് വണ്ടി വേണം, എന്നിട്ട് അത് ഇങ്ങനെ ആക്കണം, എന്നിട്ടൊക്കെ പറ്റുള്ളൂ പറഞ്ഞു. അല്ലെങ്കിൽ ലൈസൻസ് ആയിട്ടില്ല പറഞ്ഞു. പക്ഷെ അനീറ്റക്ക് ഡ്രൈവിംഗ് അറിയാം. 2-wheeler ഒക്കെ ഓടിക്കും? 2-wheeler എടുത്ത് ഒന്ന് ഇത് വിട്ട് അങ്ങനെ എടുത്തെന്നാ പിന്നെ അങ്ങനെ ഓടിക്കും. വേറെ കുഴപ്പമൊന്നുമില്ല? വേറെ അങ്ങനെ എന്താ അവർക്ക് ലൈസൻസ് തന്ന? അവർക്ക് ഇതൊക്കെ ഇപ്പുറത്തേക്ക് ആക്കിയാലേ പറ്റുള്ളൂ പറഞ്ഞു. ലോ എങ്ങനെയാന്ന് പറഞ്ഞു? അങ്ങനെയാണ്, എന്നാലേ തരാൻ പറ്റുള്ളൂ, അങ്ങനെയാണ് ലോ, അങ്ങനെയാണ് പറഞ്ഞു. പിന്നെ അന്വേഷിക്കാൻ പോയില്ല. അപ്പൊ അത് അന്വേഷിച്ച് നോക്കായിരുന്നില്ലേ? അന്വേഷിക്കണം, പിന്നെ എന്തായാലും വണ്ടി വേണം പറഞ്ഞല്ലോ സ്വന്തമായിട്ട്. അപ്പൊ പിന്നെ ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടി ഇല്ല, എടുക്കണം. അപ്പൊ അതുകൊണ്ട് പിന്നെ അത് അന്വേഷിക്കാൻ പോയില്ല. പിന്നെ എപ്പോഴെങ്കിലും ഹേർട്ട് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ടോ? ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും. എല്ലായിടത്തും ഇപ്പൊ നമ്മളെ എന്താ പറയാ നോർമലായിട്ട് ഇപ്പൊ ഒരാളെ കാണുന്ന രീതിയിലാവില്ല എന്തായാലും ആരായാലും കാണുക. ഒരു എന്താ പറയാ പ്രത്യേക കൺസിഡറേഷൻ എനിക്ക് താല്പര്യമില്ല അതിനോട്. അതെല്ലായിടത്തും എവിടെ പോയാലും ഉണ്ടോ ഒരു പ്രത്യേക ഒരു കൺസിഡറേഷൻ, അയ്യോ മോൾ അത് ചെയ്യണ്ട, അയ്യോ മോൾ ഇരുന്നോ, അങ്ങനത്തെ ഒക്കെ ഒരു ഇപ്പൊ നമ്മളെല്ലാരും ഇങ്ങനെ നിൽക്കുന്ന ഇപ്പൊ ഇവൻ എല്ലാരും കൂടി ചെയ്യുന്ന ഒരു കാര്യത്തിലാണെങ്കിലും നമ്മളോട് പറയാം അയ്യോ മോളത് ചെയ്യണ്ട കുഴപ്പമില്ല അവിടെ വെച്ചോ, അതിന്റെ ആവശ്യമില്ല. പക്ഷെ എല്ലാരും വെറുതെ ഭയങ്കര ഓവറായിട്ട്
അങ്ങനെ എന്താ വലിയ എന്തോ ഒരു സംഭവമായിട്ട് കണ്ട് അങ്ങനെയൊക്കെ. എനിക്ക് ചില ആൾക്കാർ ചിലപ്പോ സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് ചെയ്യുന്നവരാണ്. പക്ഷെ നമുക്കത് നമ്മൾ തിരിച്ചൊന്നും പറയാറില്ല. പക്ഷെ ഉള്ളില് നമുക്ക് വലിയ ഇഷ്ടമുണ്ടാവില്ല. നമ്മളൊരു വേർതിരിച്ച് കാണുന്ന ഒരു ഫീല് വരുന്നല്ലാതെ അവര് സ്നേഹം കൊണ്ട് അവരുടെ സ്നേഹം കൊണ്ട് അയ്യോ മോള് എന്താ അവർക്കറിയില്ലല്ലോ, അപ്പൊ ഒരു മോള് കഷ്ടപ്പെടണ്ട എന്നുള്ള രീതിയിൽ പറയണതാവും. പക്ഷെ നമുക്കതൊരു ചില സംഭവങ്ങൾ അങ്ങനെ അവര് ചിലപ്പോ സ്നേഹം കൊണ്ട് തന്നെ പറയുന്നതായിരിക്കും. പക്ഷെ നമുക്ക് അത് പറയുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. പിന്നെ എല്ലാരും മുന്നിൽ വെച്ച് അങ്ങനെ പറയുമ്പോ എനിക്ക് ഞാൻ എല്ലാരും പോലെ തന്നെയാണ് ഞാൻ എന്നെ കാണുന്നത്. അപ്പോ അങ്ങനെ വേറൊരു ഇതില് കാണുമ്പോ എല്ലാരും മുന്നിൽ വെച്ച് അങ്ങനെ പറയുമ്പോ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും. ഓക്കെ, നമ്മളെന്തായാലും ഇപ്പൊ നേരത്തെ ഒരു ഡാൻസ് ചെയ്തു. അപ്പൊ എന്തായാലും വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമുക്കൊരു ഡാൻസോട് കൂടി വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പൊ എല്ലാം അടിപൊളിയാവട്ടെ. താങ്ക് യു. சிங்காரி என்ன கொஞ்சம் காதோட சுத்த வச்சா ரிங்கா ரிங்கா என்னாண்ட மாட்டேக்கு நான் தங்க